എല്ലാവർക്കും Sarath'S മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ Xiaomi MIയുടെ MI Band 5 റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MI Band 5ൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് ഉള്ളത്, നമ്മുടെ MI Band 4 വെച്ച് നോക്കുമ്പോൾ MI Band 5ൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്, കൂടാതെ MI Band 5നെ മറ്റ് ഫിറ്റ്നസ് ബാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കറിയാലോ MI Band 3ൽ നിന്നും MI Band 4ൽ വന്നപ്പോൾ ഏറ്റവും വലിയ മേജർ ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേയിലായിരുന്നു. MI Band 3ൽ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷേ MI Band 4ൽ വന്നപ്പോൾ അതൊരു കളർ ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ MI Band 4ന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വെറും 0.95 ഇഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇതാ MI Band 5ൽ അവർ ആ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. 0.95 ഇഞ്ചിൽ നിന്നും 1.2 ഇഞ്ചിലേക്കാണ് നമ്മുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ MI Band 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ MI Band 5ലുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇത്തിരി കൂടി വലുതാണ്. ഇനി ഈ അടുത്ത് MI Band 5ന്റെ ലീക്കായ കുറച്ച് ഫോട്ടോസ് വന്നിരുന്നു. സോ ആ ഫോട്ടോസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോസിൽ നിങ്ങൾക്ക് ഈ ഒരു MI Band 5ന്റെ ചാർജർ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചാർജർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചാർജറിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലുള്ള ചാർജറാണ്. നേരത്തെ ഉണ്ടായ ചാർജറിന്റെ കേബിൾ എന്ന് പറയുന്നത് ഫ്ലാറ്റ് കേബിൾ ആയിരുന്നു. അത് ഫ്ലാറ്റിൽ നിന്നും ഇപ്പോൾ റൗണ്ട് കേബിൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അടുത്ത ലീക്ക് എന്ന് പറയുന്നത് നമ്മുടെ MI Band 4ലുള്ള വാച്ച് ഫേസുകൾ, അതായത് വാച്ചിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഫേസുകൾ എല്ലാം തന്നെ ഡിജിറ്റൽ ഫേസുകളായിരുന്നു. അപ്പോൾ പലർക്കും ഡിജിറ്റൽ ഫേസ് ഇഷ്ടപ്പെടാതെ അനലോഗ് ഫേസിലേക്ക് മാറാനായിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തൊക്കെ സ്കിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടായി. എന്നാൽ MI Band 5ൽ ഇതാ നിങ്ങൾക്ക് പുതിയ 4 വാച്ച് ഫേസുകൾ കാണാൻ സാധിക്കും. ഈ 4 വാച്ച് ഫേസുകളിൽ നിങ്ങൾക്ക് അനലോഗ് വാച്ച് ഫേസുകളും ഡീഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ MI Band 5ൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫിറ്റ്നസ് ബാൻഡുകളിൽ ഒന്നും തന്നെ കിട്ടാത്തൊരു ഫീച്ചർ ആയിരിക്കും. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ അലക്സ എന്ന് പറഞ്ഞ വോയിസ് അസിസ്റ്റന്റ് ഇനി മുതൽ നമ്മുടെ MI Bandന്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ MI Band 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ MI Band 5ൽ പുതിയൊരു മൈക്രോഫോണും കൂടിയുണ്ട്. ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആമസോൺ അലക്സ യൂസ് ചെയ്യാനും കൂടാതെ നിങ്ങൾക്ക് വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. ഇനി ആമസോൺ അലക്സയുടെ വോയിസ് കമന്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു MI Band 5ൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് കാണാം. ആമസോൺ അലക്സയുടെ സഹായത്താൽ നിങ്ങൾക്ക് വോയിസ് കൺട്രോൾ വഴി ഇനി പാട്ടുകൾ പ്ലേ ചെയ്യാൻ സാധിക്കും, ന്യൂസ് വായിക്കാൻ സാധിക്കും, വെതർ അപ്ഡേറ്റുകൾ കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വോയിസ് വഴി ഒരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ഫിറ്റ്നസ് മോഡ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം തന്നെ വോയിസ് കൺട്രോൾ വഴി സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വോയിസ് കൺട്രോൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലുകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്ത് അതിൽ ടിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടിക്കറ്റും കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ്സ് റിമൈൻഡേഴ്സും എല്ലാം തന്നെ വാച്ച് ഫേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി പുതിയൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ടിക്കറ്റ് ഒക്കെ നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു QR കോഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് നിങ്ങൾ തിയേറ്ററിന് മുന്നിൽ പോയി ഫോൺ ഓപ്പൺ ചെയ്ത് ആപ്പൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ഇനി നിങ്ങൾക്ക് MI Band 5ൽ ഈ സെയിം QR കോഡ് തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ടും കൂടാതെ ഈ MI Band 5യുടെ വാച്ച് ഫേസ് തന്നെ കാണിച്ച് ഇതിലൂടെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനും സാധിക്കും. ഇനി MI Band 4 ഇറങ്ങിയപ്പോൾ പ്രധാനമായും ഒരു ഫീച്ചർ ഇറങ്ങിയിരുന്നു, എന്നാൽ അത് ഇന്ത്യയിൽ ഇറങ്ങിയില്ല. ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ NFC ഫീച്ചറാണ്. NFC ഫീച്ചർ നമ്മുടെ ചൈനയിൽ മാത്രമേ റിലീസ് ആയുള്ളൂ, ഇന്ത്യയിൽ റിലീസ് ആയില്ല. കാരണം ഇന്ത്യയിൽ അധികം തന്നെ NFC പേയ്മെന്റുകളൊന്നും അധികം സ്ഥലങ്ങളിൽ എടുക്കാറില്ല. എന്നാൽ ചൈനയിൽ ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾക്ക് MI Band യൂസ് ചെയ്ത് പേയ്മെന്റ്സ് ഒക്കെ നടത്തായിരുന്നു. അതുകൊണ്ട് തന്നെ NFC ഫീച്ചർ ഇന്ത്യയിൽ റിലീസ് ആയില്ല. എന്നാൽ MI Band 5ൽ ഗ്ലോബൽ NFC എന്ന് പറഞ്ഞ പുതിയ ഫീച്ചർ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു റൂമർ ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ NFC റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയിൽ വരുന്ന പ്രോഡക്റ്റിൽ നമ്മൾക്ക് NFC ഓപ്റ്റ് ചെയ്യാം. ഇനി വേറൊരു സംശയം, നമ്മൾ NFC ഉള്ള മോഡൽ മേടിച്ചാലും ചിലപ്പോൾ നമ്മുടെ MIയുടെ ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം MI Pay എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇനി MI Pay ആപ്ലിക്കേഷൻ വെച്ച് മാത്രമായിരിക്കുമോ ഈ ഒരു NFC വെച്ച് പേയ്മെന്റ് നടത്താൻ പറ്റുക, അല്ല നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഇതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആമസോൺ അലക്സയുടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് പേയ്മെന്റ്സ് നടത്താനും കൂടാതെ ഇപ്പം നിങ്ങളുടെ വീടൊരു കണക്റ്റഡ് ഹോമാണ്, സ്മാർട്ട് ഹോം ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് വഴി തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സ്മാർട്ട് അപ്ലയൻസസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഫീച്ചർ ഈ ഒരു ആമസോൺ അലക്സ നമ്മുടെ MI Band 5ൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി MI Band 4ൽ ഉണ്ടായിരുന്ന ഫീച്ചറുകൾ ഒന്നും തന്നെ നമ്മുടെ MI Band 5ൽ നിന്നും കളഞ്ഞിട്ടില്ല. എന്നാൽ വർക്കൗട്ടിന്റെ ഓപ്ഷൻസ് നേരത്തെ നമ്മുടെ MI Band 4ൽ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇതാ പുതിയ 5 വർക്കൗട്ട് ഫീച്ചർ കൂടി നമ്മുടെ MI Band 5ൽ ആഡ് ആവുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം 11 വർക്കൗട്ട് ഫീച്ചറുകൾ നിങ്ങളുടെ MI Band 5ൽ ലഭിക്കും. അപ്പോൾ ഈ പുതിയ 5 വർക്കൗട്ടുകൾ ഇഷ്ടംപോലെ പേര് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് MI Band 5ൽ ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ യോഗ ഉണ്ട്, പിന്നെ നമ്മുടെ ജമ്പിംഗ് റോപ്പ് ഉണ്ട്, പിന്നെ റോയിങ് ഉണ്ട്, എലിപ്റ്റിക്കൽ മെഷീൻ ഉണ്ട്, കൂടാതെ ഇൻഡോർ സൈക്ലിങ്ങും ആണ് ഈ ഒരു 5 വർക്കൗട്ടുകളിൽ ഉള്ളത്. ഇനി ഗൂഗിൾ ഫിറ്റ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, അതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് ലഭിക്കും. അതായത് നിങ്ങൾ ഇത്ര സ്റ്റെപ്പുകൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് ലഭിക്കും. കൂടാതെ ഇങ്ങനെ ഗോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതാ MI Band 5ൽ ഇവർ പുതിയൊരു അപ്രോച്ചിലേക്ക് പോയേക്കാണ്. ഈ ഒരു അപ്രോച്ചിന്റെ പേരാണ് പൈ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആക്ടിവിറ്റി ഇന്റലിജൻസ്.
ഈ പേഴ്സണൽ ആക്ടിവിറ്റി ഇന്റലിജൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ വർക്കൗട്ടും കാര്യങ്ങളും ആ പാറ്റേൺസ് എല്ലാം തന്നെ സ്റ്റഡി ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് കാണിക്കുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഒരു ഗെയിമിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഈ ഒരു ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഗെയിമിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് MIയുടെ പുതിയ ആപ്പ് വഴി പൈ എന്ന് പറഞ്ഞ ഫീച്ചറിന്റെ സഹായത്തോടുകൂടി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാമറ കൺട്രോളർ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതായത് MI ബാൻഡ് 5-ൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ കൺട്രോൾ ചെയ്യാനും, അതായത് നിങ്ങളിപ്പോൾ ട്രൈപോഡിലൊക്കെ വെച്ചാണ് ഒരു ഫോട്ടോ എടുക്കുന്നതെങ്കിൽ MI ബാൻഡ് 5-ൽ ടാപ്പ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും കൂടാതെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ സ്വിച്ച് ചെയ്യാനായിട്ടും ഈ ഒരു നമ്മുടെ MI ബാൻഡ് 5-ലൂടെ തന്നെ ഇനി സാധിക്കും. ഇനി വാട്ടർ റെസിസ്റ്റൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് IP65 റേറ്റഡ് ആണ്. കൂടാതെ ഇതിൽ ഇംപ്രൂവ് ആയിട്ടുള്ള നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസും ബെഡ് ടൈമും അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. ഇനി റൂമർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാൻഡിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള GPS ഉണ്ടാകുമെന്നാണ്. എന്നാൽ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത് 179 യുവാനാണ്. സോ 179 യുവാൻ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ 2500 രൂപ എടുത്തു വരും. സോ ആ ഒരു റേറ്റിൽ നമ്മുടെ ഇൻബിൽഡ് GPS ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഇത്രയൊക്കെ ഫീച്ചേഴ്സ് നമ്മുടെ MI ബാൻഡ് 5-ൽ ആഡ് ചെയ്താലും ഇതിന്റെ ബാറ്ററി ലൈഫിൽ വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു ചാർജിൽ നിങ്ങൾക്ക് 20 ദിവസം വരെ ബാറ്ററി ലൈഫ് കിട്ടും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ MI ബാൻഡ് 5 നമ്മുടെ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റൂമർ. എന്നാൽ ഗ്ലോബൽ NFC അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ NFC ഇല്ലാത്ത മോഡൽ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് ഡിലേ ആകുമോ എന്നുള്ള കാര്യവും അറിയില്ല. അപ്പോൾ ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളുടെ മനസ്സിൽ ആദ്യം വരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ MI ബാൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷ നമ്മുടെ MI ബാൻഡ് 4 റിലീസ് ചെയ്ത പിന്നെ MI ബാൻഡ് 5-നുണ്ട്. അപ്പോൾ MI ബാൻഡ് 5 ഇന്ത്യയിൽ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചറാണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ ടെക് ഇൻഫർമേഷൻസും ടിപ്സും ട്രിക്സും എല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനലിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.